വിശ്വാസത്തിൽ നിന്ന് സ്നേഹത്തിലേക്കുള്ള ഒരു യാത്ര. ഒരു വിശ്വാസി തുടങ്ങുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് പത്രോസിന്റെ ഭാഷയിൽ വിശ്വാസം, വീര്യം, പരിജ്ഞാനം, ഇന്ദ്രിയജയം, സ്ഥിരത, ഭക്തി, സഹോദരപ്രീതി, പിന്നെ സ്നേഹം. അത് പൗലോസ് എഴുതിയപ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ദൈവത്തോട് നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ കൃപയിലേക്ക് പ്രവേശിച്ചു. കൃപയിലേക്ക് പ്രവേശിച്ചപ്പോൾ നിങ്ങൾ ഓർത്ത് സന്തോഷമായെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ ചില കഷ്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. പക്ഷെ ആ കഷ്ടത നിങ്ങൾക്ക് സഹിഷ്ണുതയും സിദ്ധതയും നിങ്ങൾക്ക് പ്രത്യാശയും തോന്നും. പ്രത്യാശ കിട്ടിയപ്പോൾ എന്തിനാ ദൈവതേജസ്സിന്റെ പ്രത്യാശ കിട്ടി? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ദൈവസ്നേഹം കൊണ്ടുവന്നു. അപ്പൊ ഈ ഭാഗത്തിനിടയിൽ ഇന്ദ്രിയജയം, പരിജ്ഞാനം, സ്ഥിരത ഓട്ടോമാറ്റിക്കായി നമ്മൾ വരികയാണ്. ഈജിപ്തിൽ നിന്ന് നമ്മുടെ പിതാക്കന്മാരെ ദൈവം കൊണ്ടുവന്നപ്പോൾ ഫെലിസ്ത്യ ദേശത്തു കൂടെയുള്ള വഴി എളുപ്പമുള്ളതായിരുന്നെങ്കിലും അവരെ ചുറ്റി നടത്തി. കാരണം യുദ്ധം കണ്ട് പേടിച്ച് പിന്മാറിപ്പോകുമോ എന്ന് ദൈവം ഭയപ്പെട്ടു. ഇപ്പൊ ഓർത്തോണം, കൃപയിലേക്ക് വന്നു. കഷ്ടങ്ങൾ, ബുദ്ധിമുട്ട്, ദാരിദ്ര്യം, പട്ടിണി, ശത്രുക്കൾ വരുമ്പോൾ ഓർത്തോണം, നശിപ്പിക്കാനല്ല, കാര്യങ്ങൾ വേഗത്തിൽ നടത്താനാണ്. ഉറച്ചു നിൽക്കണം. പരിശുദ്ധാത്മാവ് സഹായിക്കും. ഇന്ദ്രിയജയം തരും, പരിജ്ഞാനം തരും, സിദ്ധത തരും, പ്രത്യാശ തരും. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. പ്രത്യാശ കിട്ടിയ രക്ഷപ്പെട്ടു, മാറ്റമില്ല. ഇനി അതിനേക്കാൾ പ്രധാനമാണ്, വിശ്വാസത്തിൽ യാത്ര തുടങ്ങിയ ഒരുത്തൻ ഇടക്ക് വെച്ച് വീണു പോകുമോ? ഇല്ല. കാരണം ദൈവസ്നേഹം നമ്മുടെ വഴി കുറവ് തീർക്കുന്നു. ദൈവസ്നേഹം അല്ലെങ്കിൽ കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. ദൈവസ്നേഹം നമുക്ക് സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായിട്ട് മാറ്റി തീർക്കുന്നു.